ഞാൻ കുബൂസും പായോ വണ്ടി കരുതാണ് അമ്മാതിരി അവസ്ഥയാണ്. ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കുക. അധികം വലിച്ചു നീട്ടണമൊന്നുമില്ല. എന്താ വിഷയം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 2 ദിവസമായിട്ടൊരു കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പം അത് കണ്ടിട്ട് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്താ പറയുക, മലയാളിയാണ്. നമ്മളെ തലശ്ശേരിയോ വടകരയോ അവിടെ എവിടെയോ ആണ്. ആളിപ്പോൾ ഇവിടെ ഖത്തറിലുണ്ട്. ഇവിടെ 1 മാസം ആവുന്നു ഇവിടെ ഉണ്ട് ആൾ. ആളെ സ്ഥിതി അയാൾ പറഞ്ഞു. അയാൾ കുറച്ച് പറഞ്ഞത്, പിന്നെ അതിനോട് നമ്പറാണ് ചോദിച്ചത്. ഞാൻ നമ്പർ കൊടുത്തു. നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് കുറച്ച് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്പർ കൊടുത്തു. എന്നിട്ട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അയാൾ അവസ്ഥ വളരെ മോശമാണ്. വളരെ മോശമാണെന്ന് പറഞ്ഞാൽ അയാളാകെ പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്താണ് സ്ഥിതി ഗതികൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മൂപ്പർ ആദ്യം എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളൊരു ഫോളോവറാണ്, പിന്നെ എനിക്ക് നിങ്ങളെ കുറച്ച് മോട്ടിവേഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് മോട്ടിവേഷൻ പഠിച്ചോനെ, ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനോ അവർക്ക്. അപ്പോൾ എന്താണ് വിഷയം, കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ മൂപ്പര് വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിഷയം പറഞ്ഞതിന് മുമ്പ് നമ്പർ മൂപ്പർക്ക് അയച്ചു കൊടുത്തു. ഇനി വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഓട്ടത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഞാൻ സംസാരിച്ചു അയാളോട്. പിന്നെ അയാളെ വോയിസ് കുറച്ച് കേൾക്കാണ്ട് അതൊന്നും ഇരുന്ന് കേൾക്കി കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മുമ്പ് ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഓക്കെ. ഞാൻ നിങ്ങളൊരു ഫോളോവറാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് കുറച്ച് മോട്ടിവേഷൻ കിട്ടേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ വന്നതാണ്. പുതുതായിട്ട് വന്ന ചെക്കനാണ്. 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരം. ഞാൻ വന്നിട്ട് 16 ദിവസമായിക്കുള്ളൂ. ഞാൻ പുതിയ വിസക്ക് വന്നാണ്. ലൈസൻസും കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മോട്ടിവേഷൻ കിട്ടേണ്ടിയിട്ടാണ് നിങ്ങളെ നമ്പർ ചോദിച്ചത്. ഹലോ, അസ്സലാമു അലൈക്കും. റഫീഖ, ഞാൻ നിങ്ങളെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യം എല്ലാം സത്യമാണ്, 100% സത്യമാണ്. എന്താ വെച്ചാൽ ഞാനൊരു തൃശ്ശൂരിലൊരു ഏജൻറ്റ് മുഖേന വന്നാണ് ഒരു ഹൗസ് ഡ്രൈവർ വിസക്ക് 40,000 റുപ്യ കൊടുത്തേക്ക്. എൻ്റെ അവസ്ഥ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഉറങ്ങുന്നതെന്ന് ഒരു ദിവസം 2 മണിക്കൂർ തികച്ച് ഞാൻ ഉറങ്ങുന്നില്ല ഉള്ള പറയാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വീട് കാര്യങ്ങൾ പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ ശരിയായ പട്ടിപ്പണിയാണ്, ഒന്നും പറയുകയില്ല. നടുമുറിയുന്ന പണിയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. ഒരു കാരണവശാലും ഏജൻറ്റ് മുഖേന വരുവാൻ നിൽക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഏജൻറ്റുമാർ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങും. അവർ പറയുന്നതല്ല ഇവിടെ വന്നാൽ ഉണ്ടാവുക. എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് വെറും 2 മണിക്കൂറേ ഡ്യൂട്ടി ഉണ്ടാവും. ഞാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ് ഉള്ള പറയുന്നത്. എന്താ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൗസ് ഡ്രൈവറല്ല സത്യം പറയുന്നത്, നമ്മൾ ഹൗസ് ഡോഗാണ്. എൻ്റെ അനുഭവവും കാര്യവും വെച്ച് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സ്, 19 വയസ്സും മാർച്ച് 20 വയസ്സ് പൂർത്തിയാവും. 20 വയസ്സിൽ ഞാൻ ഇതായതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുത്തില്ല, ഒന്നുമില്ല. ഞാൻ വണ്ടി ഓട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തായാലും ഞാൻ പറയാൻ വിചാരിച്ചേ, പരമാവധി ആരും ഹൗസ് ഡ്രൈവർ വിസയിൽ വരാണ്ടിരിക്കുക. നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ പണിയാണെങ്കിൽ 12 മണിക്കൂർ കൂട്ടി പോട്ടെ, 1 മണിക്കൂർ കൂട്ടിക്കോട്ടെ, 13 മണിക്കൂറാണ്. ബാക്കി 11 മണിക്കൂർ ഉറങ്ങും ഉണ്ടാവും. ഇത് എന്ന് പറഞ്ഞാൽ ഉറക്കവും ഇല്ല, ഒന്നുമില്ല. 22 മണിക്കൂർ ഡ്യൂട്ടി, 2 മണിക്കൂർ ഉറക്കും. ഇങ്ങനെയാണ് എൻ്റെ സാധനം. ഞാനുള്ള പറയുന്നത് എന്താ, ഞാൻ കുബൂസും പായോ വണ്ടി കരുതാണ് അമ്മാതിരി അവസ്ഥയാണ്. എന്ത് പറയാനാ. അതുകൊണ്ട് ആരും ഇനി വരാണ്ടിരിക്കുക. അത് തന്നെ എൻ്റെ അനുഭവം വെച്ച് പറയാനാണ്. ഹൗസ് ഡ്രൈവർ വിസക്ക് തന്നെ പോറ്. ഇതിൻ്റെ മെയിൻ പുള്ളികൾ എന്ന് പറഞ്ഞാൽ കുറേ പനനാറി മലയാളി ഏജന്റുമാരുണ്ട്. നായ്ക്കൾ, കാട്ടങ്ങൾ, ഒരുപാട് ആൾക്കാർ പാവങ്ങൾ മലയാളിയത്തിൽ നിന്ന് 50,000 റുപ്യ വാങ്ങിയിട്ട് ഈ ചാമ്പിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അതിൽ പെട്ട 3-4 പേരുണ്ട്. ഞാൻ ആൾക്കാരുടെ പേരൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ഓരോന്ന പൈസ കൊണ്ട് വാങ്ങിയാൽ തിന്നാ ദഹിക്കൂല ഉള്ള പറയുന്നത്. എന്താ, ഓൻ്റെ കുടുംബത്തിനും ഒരൊറ്റ ഹോസ്പിറ്റൽ കേസിന് പൈസ ഉണ്ടാവും. എന്താ വെച്ചാൽ, സാധുക്കൾ എവിടെന്നെങ്കിലും നയിച്ചുണ്ടാക്കിയ പൈസ 40,000 റുപ്യ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രക്ഷപ്പെട്ടെന്നുള്ള, എങ്ങനെയും ഇവിടുന്ന് കരകയറി രക്ഷപ്പെടാന്നുള്ളതിലായിരിക്കും. ശൈലും വലിയ കഷ്ടമാണ് ഇവിടെ വന്നിട്ട്.
എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1200 റിയാൽ ശമ്പളമാണ്. 1200 റിയാൽ എന്ന് പറഞ്ഞാൽ എത്ര റുപ്യ നാട്ടിലുള്ളൂ? 24,000 റുപ്യ. 24,000 റുപ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പണിയെടുത്താൽ കിട്ടും. 40,000 റുപ്യ കൊടുത്തിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 24,000 റുപ്യ ശമ്പളമാണ്. ഇരുന്നാരും വരാണ്ടിരിക്കട്ടെ. ഉള്ള പറയുന്നത് എന്താ? അപ്പോൾ എല്ലാവരും ഈ വോയിസ് കേട്ടല്ലോ. ഇത് ഞാൻ ഇയാളെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ വോയിസ് വിട്ടത്. അയാളെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഞാൻ വോയിസ് വിട്ടത്. അയാൾ പറഞ്ഞതിനോട് അറിയണം, എല്ലാവരും അറിയിക്കണം എന്നാണ്. നമ്മളെ വീഡിയോയിലൂടെ എത്രത്തോളം അറിയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് കേട്ടപ്പോഴും കണ്ടപ്പോഴും സങ്കടം തോന്നി. അയാളെ അവസ്ഥ വളരെ മോശമാണ്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അതായത് അയാൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അയാൾ ഒരു ഏജൻറ്റ് വഴിയാണ് വന്നത്. ഏജൻറ്റുമാർ വഴി വരുന്നതിനെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഏജൻറ്റുമാർ വഴി വരുന്നത് പറഞ്ഞാൽ ട്രാവൽസ് വഴിയാണെന്നുണ്ടെങ്കിൽ വരാം. കാരണം നമുക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ട്രാവൽസാരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പേരിൽ കംപ്ലയിൻറ്റെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ട്രാവൽസാരില്ല, നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ വിസ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഈ പറഞ്ഞ വിസ ഇനി വിസ ഉണ്ട്, ഇത്രയും ക്യാഷ് വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വിസ കൊടുക്കും. അപ്പോൾ അവിടെയുള്ള എന്താണ് ഏതാണെന്ന് അറിയാം. ഇയാൾക്ക് ക്യാഷ് കിട്ടും, ഇയാൾ മുങ്ങും. മനസ്സിലായോ? അപ്പോൾ ആദ്യം വേണ്ടി ഇവൻ്റെ അടുത്ത് ഒരുപാട് ഫാൾട്ടുകളുണ്ട്. ഇയാളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇയാളെ നാട്ടിലെ നമ്പർ മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ നമ്പറില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. കാരണം ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവനാകെ 19-20 വയസ്സായിട്ടുള്ളൂ. അവൻ പറയുന്നത് എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവന് അതിന് മാത്രമേ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ അവന് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വീട്ടുകാരും ഒക്കെ പാട് കൂടിയിട്ട് നിർബന്ധിച്ചിട്ട് പറഞ്ഞയച്ചതായിരിക്കും, കഷ്ടപ്പാടുകൊണ്ട് പറഞ്ഞയച്ചതായിരിക്കും. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാണ്ട് കയറി പോകുകയും ചെയ്തു. 2 മണിക്കൂർ പണി എന്നൊക്കെ പറഞ്ഞ് തള്ളലായിരിക്കും, അത് പോട്ടെ, പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതേക്കാരം. പക്ഷേ ഇതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും വരരുത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ആളെ നമ്പറും, ഇവിടുത്തെ നമ്പറും അവിടുത്തെ നമ്പറും, നാട്ടിൽ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, അയാളെ കാണാൻ പറ്റുകയാണെങ്കിൽ പോയി കണ്ട് സംസാരിക്കുക. ഞാനിതുപോലെ ഈങ്ങാപ്പുഴയുള്ള വയനാട് ഈങ്ങാപ്പുഴയുള്ള താമരശ്ശേരി ഈങ്ങാപ്പുഴയുള്ള ഒരാളായിട്ട് ഞാൻ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും വഴി കുറച്ച് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ അയാളെ ഡയറക്റ്റ് പോയി കണ്ടതാണ് ചെയ്തത്. അയാൾക്ക് ട്രാവൽസ് ഉണ്ടെന്ന് പറഞ്ഞു, കോഴിക്കോട് ട്രാവൽസ് ഉണ്ട്, വയനാടും ഈങ്ങാപ്പുഴയും അയാൾക്ക് ട്രാവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയാളെ ഡയറക്റ്റ് പോയി കണ്ടു, സംസാരിച്ചു. അവസാനം ഞങ്ങൾ പാസ്പോർട്ട് കൊടുത്തു. പിന്നെ അയാൾ ഇതിങ്ങനെ നീണ്ട് പോകണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടൈമും ഇല്ല. നമ്മളെ അവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് തന്നേക്ക്, ഞാൻ വേറെ എടുത്ത് പോയിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കുവൈത്തിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ അയാളെ പോയി കാണണം, അയാളെ പോയി കണ്ട് അയാളോട് നിന്ന് സംസാരിക്കണം. അയാളെ കണ്ട ഒരു ഫോട്ടോയെങ്കിലും നമുക്ക് അയാളുടെ അടുത്ത് നിന്ന് വേണം, എങ്കിലേ നാട്ടിലെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളും എടുത്ത് വെക്കുക. ഏത് കാലമാണെങ്കിലും നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത് വരെയെങ്കിലും അത് എടുത്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതുപോലൊന്നും വന്ന് പെടരുത്. ഈ ചെക്കൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു ഇവൻ. ഇന്നലെ രാത്രി, അതായത് വെള്ളിയാഴ്ച രാത്രി, ഇന്നലെ 1 മണിക്ക് എന്നെ വിളിച്ചിരുന്നു അവൻ. 2 മണിക്ക് 3 മണിക്ക് മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ അതും ഞാൻ വിട്ടുതരും. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ. അയാൾക്ക് വന്ന് കാണാൻ പറ്റില്ല, കാരണം അയാൾക്ക് അങ്ങനത്തെ ഓട്ടാണ്. അയാളുടെ അവസ്ഥ അങ്ങനെയാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂൾ, അത് കഴിഞ്ഞ് രാത്രി മജ്ലിസ് വരെ രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ നീപ്പിച്ചിട്ട് പിന്നെ എന്താ പറയുക ക്ലീൻ ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക 4 മണിക്ക് അവൻ്റെ പിന്നെ ആളെ പിന്നെ എന്താ ചെയ്യുക വണ്ടി കഴുകി കൊടുക്കണം. ഒരു പ്രാവശ്യം കോളറിന് കയറി പിടിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ദുരാവസ്ഥകളുണ്ട്. ഞാൻ കുറ്റം മാത്രമല്ല പറയുന്നത്, ഒരുപാട് നല്ല വീടുകളുണ്ട്. ഞാൻ വീണ്ടും പറയണം, ഒരുപാട് നല്ല വീടുകളുണ്ട്. ഇല്ല എന്നും പറഞ്ഞില്ല, ഒരുപാട് ആൾക്കാർക്ക് സുഖ സൗകര്യങ്ങളുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരാളെ പണീനെ മോശപ്പെടുത്തി പറയുക, ഞാൻ എടുക്കുന്ന ജോലിനെ കുറ്റപ്പെടുത്തി പറയുക ഒന്നുമല്ല. ഇതിലുണ്ടാവുന്ന 99 ഇപ്പം എൻ്റെ ഈ വീഡിയോസുകളിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഈ പണിക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഈ പണിക്ക് വരല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നത്. എന്തുകൊണ്ടാണ്? അത്രയും ബുദ്ധിമുട്ടുകളാണ്, അത്രയും പ്രയാസങ്ങളാണ്. അവൻ പറഞ്ഞ മാതിരി പണിയാണ്. എന്താ പറയുക, നമ്മൾ ഡ്രൈവർ എന്നല്ല, നമ്മൾ പട്ടിയാണ് പക്ക. ആ ഒരു രീതിയിൽ നമ്മളെ കാണുള്ളൂ. അപ്പോൾ എന്താ ഇവൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇങ്ങനെ ആകെ 1 മണിക്ക്, ഇന്നലെ തന്നെ രാത്രി 1 മണിക്ക് എനിക്ക് മെസ്സേജ് ഇടാൻ, ഞാൻ എപ്പോൾ പണി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ, ഞാൻ പറഞ്ഞു, എന്നാൽ ഈ വേഗം കിടന്നോ,
ഒരു മണിക്കൂർ 2 മണിക്കൂറായിട്ട് ഉറങ്ങാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വേഗം കിടന്നോ, എന്നിട്ട് ജി ഓട്ടം ഉണ്ടാകുന്ന സമയത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. ഉറങ്ങാൻ കിട്ടുന്ന സമയം നേരെ ഉറങ്ങുക. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ്, ഉറങ്ങുന്ന കാര്യം എപ്പോഴും പറയുന്നുണ്ട്. ഇവിടുത്തെ വലിയ വിഷയം ഉറക്ക് തന്നെയാണ്. നമ്മളെ ജോലിൻ്റെ ഭാഗത്തിൽ ഏറ്റവും വലിയൊരു വിഷയം ഉറക്ക് തന്നെയാണ്. ഉറക്കില്ലെങ്കിൽ നമ്മളെ സമനില തെറ്റിപ്പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം എന്താ പറയുക, ഇയാൾക്ക് ഞാൻ കാര്യങ്ങൾ കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത് എങ്ങനെ ഏതാന്നുള്ളത്. അയാൾക്ക് നിൽക്കാൻ തീരെ താല്പര്യമില്ല. അയാൾക്ക് നല്ല കേട്ടിട്ട് എനിക്ക് തന്നെ അയാളോട് പൊയ്ക്കോന്നാണ് പറഞ്ഞത്. ഞാൻ എങ്ങനെയും പൊയ്ക്കോന്ന്. ഇയാളെ പാസ്പോർട്ടും കാര്യങ്ങളൊന്നും ഇയാളെ കയ്യിലില്ല. ഇയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ലൈസൻസ് ഇല്ല. എന്തെങ്കിലും വണ്ടി എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാളെ പേരിലേ പ്രശ്നങ്ങൾ വരുള്ളൂ. ഒരുപാട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓടിക്കണ്ട, അതിന് പറ്റില്ലേ, ഇറങ്ങിപ്പോയിക്കോ, നേരെ സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ ഹാജരായിക്കോ, ഇങ്ങനെയാണ് എടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ്റി വിട്ടോളും. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും അവൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ പറയുക, ഇത്രയും ക്യാഷ് മുടക്കിയ ആൾ വരുമ്പം പൊന്നു മലയാളികളെ ഏജൻറ്റുമാരെങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരാളെയും കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തിയിട്ട് അയാളെ ശാപം ഏറ്റെടുക്കരുത്. അത് നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും നിങ്ങളെ കുട്ടിയേക്കും തിന്നാൻ കൊടുക്കുന്ന പൈസയാണ്. തരുന്നത് സന്തോഷപൂർവ്വമായി കാര്യം. അവരെ ജോലിയിൽ റാഹത്തല്ലെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ജോലി അല്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ശപിക്കും. 100% ശപിക്കും, ഉറപ്പാണ്. കാരണം അത്രയും ഡെയിലി കരയുന്നുണ്ടാവും. ഡെയിലി കരയുന്നുണ്ടാവും. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പം ഈ വോയിസ് വിട്ട ഇയാൾ വരെ എൻ്റെ ഈ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് അടിക്കും, ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട്. കാരണം എന്താ, അയാളെ കഷ്ടപ്പാടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വിളിച്ചിട്ട് ഓരോരുത്തരും പറയുന്ന കാര്യം, ഇയാളെ അവസ്ഥ മാത്രമല്ല, വേറെ 1-2 ആൾക്കാർ എനിക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, ഒരുപാടായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാർ, ഒരുപാട് പേരുണ്ട്. നമുക്ക് അറിയാനിട്ടാണ്. നമ്മൾ വന്ന് പെടുമ്പോഴേ, ഓരോരുത്തർ വന്ന് പെടുമ്പോഴേ ആ അവസ്ഥ മനസ്സിലാവുള്ളൂ. അവിടെ സുഖമാണ് ഇവിടെ സുഖമാണെന്ന് പറയും. എവിടെ സുഖം? ഹോട്ടൽ ഫീൽഡ് വലിയ സുഖമുള്ള പണിയൊന്നുമല്ല. പക്ഷേ നമുക്ക് ഹോട്ടൽ ഫീൽഡ് എന്നല്ല കേട്ടോ, പുറത്ത് ജോലി എടുക്കുന്ന ഹൈപ്പർ മാർക്കറ്റാണ്. ഏത് പണിയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പണിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ 13 മണിക്കൂർ സഹിച്ചാൽ മതി പോലെ. അത് കഴിഞ്ഞാൽ നമുക്ക് റാഹത്തായിട്ട് ഒരു 6 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ ലാസ്റ്റിൽ പറഞ്ഞത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത്. അയാൾ ആ സമയത്താണ് എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ എന്താ പറയുക, അയാൾ രക്ഷപ്പെടട്ടെ. അയാൾക്ക് പിന്നെ വേണ്ട നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എല്ലാവരും ഇതിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക, അയാൾക്ക് മനസ്സിലാവട്ടെ എന്താ ചെയ്യാൻ പറ്റുക. അയാൾക്ക് പോകണം എന്നുണ്ട് നാട്ടിലേക്ക്. അയാൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ അയാൾ ID ഇല്ല, അയാൾക്ക് പാസ്പോർട്ട് അയാളുടെ കയ്യിലില്ല, ലൈസൻസ് അയാൾക്കില്ല, ഇതൊന്നുമില്ല അയാൾക്ക്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അയാൾക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യണം, അയാൾ ചെയ്തോളും. ഓക്കെ, അയാളെ പിന്നെ സ്പോൺസർ എന്താ പറയുക, ഒരു വക്കീലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയണം. അവനെ ലോക്കാവാത്ത രീതിയിൽ അവനെങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.